ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെയുള്ള ഒരു അടിപൊളി പാലപ്പത്തിൻ്റെയാണ്. അപ്പോൾ നമ്മളിത് തലേ ദിവസം അരി കുതിർത്ത് മാവ് തയ്യാറാക്കി വെച്ചിട്ടൊന്നല്ല തയ്യാറാക്കിയെടുക്കുന്നത്. രാവിലെ വളരെ ഇൻസ്റ്റൻ്റായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഈ ഒരു 1/2 കപ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ പൊടിയിലെ കട്ടയൊക്കെ കളഞ്ഞ ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്കിത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1.25 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാവുന്നവരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണല്ലോ, അപ്പോൾ ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലപ്പം കഴിക്കുമ്പോൾ മധുരം നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ അരച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള മാവ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരിപ്പൊടി കുറുക്കി വെച്ചതില്ലേ, ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, ആ ഒരു ചൂടോട് കൂടെ തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം അരച്ചെടുത്ത മാവിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ആദ്യം അരച്ചെടുത്ത മാവും ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളതെല്ലാം കൂടെ ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സിയിൽ നല്ല കട്ടിയിലാണ് ഈ ഒരു മാവുള്ളത്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാലപ്പത്തിൻ്റെ ഒരു മാവിൻ്റെ പരുവം ദോശമാവിലേറെ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടാണ് വേണ്ടത്, ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 30 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് നല്ല അടിപൊളി പാലപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയൊക്കെ സമയം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൽ കൂടുതൽ വെച്ച് കൊടുക്കരുത്. ഇനിയിപ്പോൾ മാവ് ബാക്കി ഉണ്ടായിട്ട് അതിൽ കൂടുതൽ സമയമൊക്കെ വെക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ നിങ്ങളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ അത് സോഫ്റ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ പാലപ്പച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ളൊരു പാലപ്പാണ്. ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും മുഴുവനായിട്ടും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്